അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു. ഇപ്പോൾ വിലയിരുത്തലുകളും കൂട്ടിക്കിഴിക്കലും ഒക്കെയാണ് അല്ലേ. പക്ഷേ അതിനൊക്കെയും അപ്പുറം അങ്ങ് കോട്ടയത്ത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി പാല ആര് ഭരിക്കുമെന്ന് കേരള കോൺഗ്രസ് എം തീരുമാനിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഇക്കുറി പാലാ നഗരസഭ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു കുടുംബമാണ്. പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ തീരുമാനമാണ് ഇവിടെ നിർണായകം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ സാധാരണ നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ ഒരു അതിഥിയായിരിക്കും വരിക അല്ലേ. പക്ഷേ ഇന്ന് നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയല്ല, അതിഥികൾ എത്തുകയാണ്. പുളിക്കക്കണ്ടം കുടുംബത്തെ വിജയശ്രീ ലാളിതരായ ബിനു പുളിക്കക്കണ്ടം, ബിജു പുളിക്കക്കണ്ടം, ദിയ പുളിക്കക്കണ്ടം 3 പേരും നമ്മുടെ ലീഡേഴ്സ് മോർണിംഗിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 പേരെ സ്വാഗതം ചെയ്യാം. ഹലോ മലയാളത്തിലേക്ക് ഗുഡ് മോർണിംഗ്. 3 പേർക്കും സ്വാഗതം. ശ്രീ ബിനു, ശ്രീ ബിജു ആൻഡ് ദിയ. ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ 3 പേർക്കും അഭിനന്ദനങ്ങൾ പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ഞാനിപ്പം ഇതിനു മുൻപ് തന്നെ ഇപ്പം കഴിഞ്ഞ ഈ തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു കഴിഞ്ഞു. അതിനുശേഷം പാലായിൽ പുളിക്കക്കണ്ടം ഫാമിലിയാണ് കിങ് മേക്കർ ആകാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നു. അതിനുശേഷം എല്ലായിടങ്ങളിലും ഈ ഇൻ്റർവ്യൂകളും കാര്യങ്ങളും കണ്ട സമയത്തെ ആദ്യം ഇനി നിങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യം, നല്ല ഭംഗിയുള്ള വീടാ. ഈ വീടിൻ്റെ പിന്നിൽ ആരാണ്? നിങ്ങളൊക്കെ ഒരേ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? എൻ്റെ ബ്രദറ്, ഞാൻ ബിനുവാണ്. ഞാൻ മോള്, ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നു. ബ്രദർ തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു. ഓക്കെ, ഇത് തറവാടാണോ? നമ്മൾ ഈ കാണുന്ന തറവാടാണോ? തറവാടാണ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര രസമാണ് കേട്ടോ. നന്നായിട്ടത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയുണ്ട് ആ വീട്. അപ്പം ഈ കുഞ്ഞിലെ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ് അല്ലേ? താങ്ക് യു. അതെ, ഞങ്ങളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുതുക്കിപ്പെടുന്നു. പഴയ 4 കെട്ടുള്ള പഴയ വീടായിരുന്നു, അത് പുതുക്കിപ്പെടുന്നു. ഓക്കെ. ദിയ ഒന്നും മിണ്ടുന്നില്ല. ദിയ, എന്തുകൊണ്ട് ദിയ വിശേഷം? കന്നി അംഗമായിരുന്നു, വിജയശ്രീ ലാളിതയായിട്ട് ഇരിക്കുകയാണ്. അതെ വളരെ പറയൂ, വിശേഷങ്ങൾ പറയൂ. സന്തോഷമായിരിക്കും, പക്ഷെ അതിനപ്പുറമുള്ള ഒരു എക്സൈറ്റ്മെന്റും വിശേഷവും. നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പം. കൂട്ടുകാരാണേലും വീട്ടുകാരാണേലും എല്ലാവരും വളരെ ഹാപ്പിയാണ്. എനിക്ക് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക്, വോട്ട് ചെയ്തവർക്ക് വേണ്ടി എല്ലാവർക്കും ഞാൻ നന്ദി ചോദിക്കുന്നു. പിന്നെ ഇപ്പോൾ എല്ലാം ഭയങ്കര തിരക്കായിപ്പോയി, പെട്ടെന്ന് ഇൻ്റർവ്യൂസ് ചെയ്തും എല്ലാം അതിൻ്റെ ഒരു റഷിലാണ് ഇപ്പം. ഓക്കെ. ശ്രീ ബിനു പുളിക്കക്കണ്ടം, അങ്ങ് 20 വർഷമായിട്ട് കൗൺസിലറാണ്. ഇതിപ്പോൾ 5ാം തവണയാണ് നഗരസഭയിലേക്കുള്ള മത്സരം. ശ്രീ ബിജുവിനും എനിക്ക് തോന്നുന്നു മത്സരിച്ച് പരിചയമുണ്ട്. പക്ഷേ ദിയയ്ക്കിപ്പോൾ കന്നി അംഗമായിരുന്നു. ദിയ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു ജനവിധി? ഞങ്ങൾ ആക്ച്വലി ആദ്യമേ കയറിയപ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. നല്ല ഭൂരിപക്ഷത്തോടെ തന്നെയാണ് എന്നെ നാട്ടുകാർ വിജയിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയി വന്നു, വളരെ സന്തോഷം. ശ്രീ ബിനു, ഇപ്പം ആദ്യം ഒരംഗം പയറ്റി, പക്ഷെ അന്ന് ഭാഗ്യം തുണച്ചില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ജനങ്ങൾ ഒപ്പം നിന്ന് പറയുന്നുണ്ട്. അങ്ങ് ഈ ഒരു ജനവിധി പ്രതീക്ഷിച്ചിരുന്നോ? 100% ഈ ജനവിധിയാണ് പ്രതീക്ഷിച്ചത്. കാരണം അതിന് ജനവിധി തേടുന്നതിൽ അല്ലെങ്കിൽ മത്സരത്തിൽ വിജയിക്കുന്നതിന് കുറുക്കുവഴികളൊന്നും ഇല്ല എന്ന് എല്ലാവരെയും പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷക്കാലം കൗൺസിലറായും അതിനു മുമ്പ് പൊതുരംഗത്തും പ്രവർത്തിച്ച ഒരു എക്സ്പീരിയൻസ്, ജനങ്ങളിലോട് ചേർന്ന് നിന്നുകൊണ്ട് അവരിൽ ഒരാളായി നിന്ന് പ്രവർത്തിച്ചു വന്ന എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ആശങ്കകളുമില്ലായിരുന്നു. മാത്രമല്ല, ഈ 3 വാർഡിലും വിവിധ ഘട്ടങ്ങളിലായി ഞാൻ വലിയ ഭൂരിപക്ഷത്തോടു കൂടി മത്സരിച്ച് ജയിച്ച വാർഡുകളായിരുന്നു. അതുകൊണ്ട് യാതൊരു ആശങ്കകളുമില്ലാതെ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കും, അവർ ഞങ്ങളെ ഏറ്റെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ 3 വാർഡിലും ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇറങ്ങിയത്. ഓക്കെ. ശ്രീ ബിനു, ഇപ്പം ഉത്തരവാദിത്തം കൂടുകയാണ്. കാരണം കഴിഞ്ഞ ടേമിൽ നാടകീയങ്ങളായ ഒരുപാട് സംഭവം കോട്ടയം നഗരസഭയിൽ ഉണ്ടായി. അവിശ്വാസം, പുറത്താക്കൽ തുടങ്ങി നിരവധി സംഭവങ്ങൾ. അപ്പോൾ ഇക്കുറി ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് രാഷ്ട്രീയപരമായി പറയുന്നത് ശരിയല്ല എങ്കിലും കാലത്തിൻ്റെ കാവ്യനീതി, അനിവാര്യമായ കാവ്യനീതി, അതാണ് സംഭവിച്ചതെന്നാണ് ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളെ ജയിപ്പിച്ചവരും ഈ പ്രദേശത്തുള്ളവരും പാലാക്കാരും ഒന്നടക്കം പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായാണ് ഞാൻ മത്സരിച്ചത്. ഞങ്ങൾ ജയിച്ചു വന്ന CPM കൗൺസിലർമാരിൽ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഏക കൗൺസിലർ ഞാനായിരുന്നു. അതുപോലെ ജനറൽ ചെയർമാൻ ഉണ്ടായിരുന്ന സമയത്ത് ജയിച്ചു വന്ന ഏക പുരുഷ കൗൺസിലറും ഞാനായിരുന്നു.
റിട്ടൺ ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു 3-ാമത്തെ ടേം എനിക്ക് ചെയർമാൻഷിപ്പാണെന്നുള്ളത്. എന്നാൽ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരുപക്ഷെ പാർട്ടിയുടെ തീരുമാനം പോലും അട്ടിമറിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് അതിൽ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് എനിക്ക് ആ ഒരു അവസരം നഷ്ടമായത്. പക്ഷേ രാഷ്ട്രീയത്തിൽ അത് അവസരങ്ങൾ വീണ്ടും വരും, അല്ലെങ്കിൽ ജനങ്ങളാണ് അവസരങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന ഉറച്ച വിശ്വാസത്താൽ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന രീതിയിലൊരു ആശയം മുമ്പോട്ട് വെച്ചപ്പോൾ അത് പൂർണ്ണമായി ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും അവസരം നൽകുന്ന ഒരു വലിയ സന്തോഷപരമായ കാര്യമുണ്ട്. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. ശ്രീ ബിനു, ശ്രീ ബിജു ആൻഡ് ദിയ, ഇപ്പം നിങ്ങൾ 3 പേരും മുന്നോട്ട് വെച്ച ആശയം അത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം ഈ നഗരസഭയിൽ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊരു തീരുമാനത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഇപ്പോൾ UDF സ്വാഭാവികമായിട്ടും വിളിച്ചിട്ടുണ്ടാകും. ചർച്ചകളൊക്കെ ഏതെങ്കിലും രീതിയിൽ തുടങ്ങിയിട്ടുണ്ടോ? കുറച്ച് സമയമുണ്ട്, സമയമെടുത്ത് തീരുമാനിക്കാം. പക്ഷേ എങ്കിലും ഒരു ഏറെക്കുറെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്താറായിട്ടുണ്ടോ കാര്യങ്ങൾ? ഞങ്ങൾ ഇതുവരെ യാതൊരു ചർച്ചയിലേക്കും ഞങ്ങൾ കടന്നിട്ടില്ല. 2 മുന്നണികളും ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യാതൊരു ചർച്ചയിലേക്കും ഞങ്ങൾ കടന്നിട്ടില്ല. കാരണം ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിയന്ത്രണങ്ങളില്ലാതെ, ഒരു മുന്നണിയുടെയും യാതൊരു കെട്ടുപാടുകളും ഒന്നുമില്ലാതെ പൂർണ്ണമായി സ്വതന്ത്രരായിട്ട് നാട്ടുകാരെ വിശ്വാസം അർപ്പിച്ചാണ് ഞങ്ങൾ മത്സരിച്ചത്. അപ്പോൾ തിരക്ക് പിടിച്ച് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ഇതൊരു ഒരു കുടുംബത്തിൽ നിന്ന് വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിലും ഇതൊരു കുടുംബകാര്യമല്ല. ഞങ്ങളെ വിജയിപ്പിച്ചത് 3 വാർഡിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെയാണ്. അപ്പോൾ അവരുമായി സംവദിച്ച് അവരെ വിളിച്ചു ചേർത്ത്, ഇപ്പോൾ ഞങ്ങളെ ഒരു മനസ്സിലുള്ള ആലോചന എന്ന് പറഞ്ഞാൽ ഈ 3 വാർഡിലെ ആളുകളെയും ഒരുമിച്ച് വിളിച്ചു ചേർത്ത് അവരുടെ മനസ്സറിഞ്ഞ് ഒരു തീരുമാനമെടുക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഈ കഴിഞ്ഞ 10-15 ദിവസത്തെ കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ ഒരു വലിയ സംവിധാനത്തോട്, ഒരു മുന്നണി സംവിധാനത്തോട്, 2-3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഞങ്ങൾ നേരിട്ട് മത്സരിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഞങ്ങളോടൊപ്പം നിന്ന് യാതൊരു മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാത്ത, ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലാതെ ഞങ്ങളോടൊപ്പം നിന്ന ഒരുപറ്റം കൂട്ടുകാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വെൽവിഷേഴ്സ്, അങ്ങനെയുള്ളവരോട് എല്ലാവരോടും ഞങ്ങൾക്ക് അവരുടെ കൂടി മനസ്സറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇതുപോലെ ഒരു സാഹചര്യം വരുമെന്നോ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ഒരു ഞങ്ങൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യം വരുമോ എന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമൊന്നുമല്ല. പ്രതീക്ഷിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ഒന്നും അൺപ്രഡിക്റ്റബിൾ അല്ല എന്നല്ലാതെ ഞങ്ങൾ മുൻകൂട്ടി കണ്ട കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അവരുടെ കൂടി മനസ്സറിഞ്ഞ് അവരുടെ കൂടെ താല്പര്യങ്ങൾ അറിഞ്ഞ് ഒരു തീരുമാനം എടുക്കുന്നതിനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2 കൂട്ടരും ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ കൃത്യമായ ഒരു മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല, ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഓക്കെ, ശ്രീ ബിജു, ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ തിരിച്ചടി, ഇപ്പം കേരള കോൺഗ്രസ് എം എന്നാൽ അത് സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയിൽ എത്തി നിൽക്കും. അപ്പോൾ ഈ ഒരു തിരിച്ചടിയെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും പാലക്കാർക്ക് കേരള കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഞങ്ങളൊക്കെ കണ്ടു പരിചയിച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് ശ്രീ KM മാണി സാറിൻ്റെ ആ രാഷ്ട്രീയം. എൻ്റെയും ബിനുവിൻ്റെയൊക്കെ പിതാവ് കേരള കോൺഗ്രസ് 40 വർഷക്കാലം പാലായിലെ ഏറ്റവും മുതിർന്ന നേതാവായി പ്രവർത്തിച്ചയാളാണ്. ഒരു കാര്യത്തോടെ പറയട്ടെ, മാണി സാറ് സ്ഥിരമായി ഏതാണ്ട് 25 വർഷത്തോളം തിരുവോണം ഉണ്ടത് നമ്മളുടെ വീട്ടിലായിരുന്നു. ആ നേതാവിൻ്റെ മകനിൽ നിന്നുമാണ് എൻ്റെ അനിയനടക്കമുള്ളവർക്ക് കേവലം വ്യക്തിവിദ്വേഷത്തിൻ്റെ പേരിൽ പല തിക്താനുഭവങ്ങളും നേരിടേണ്ടി വന്നത്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ എന്തോ ആ മാണി സാറിൻ്റെ ക്വാളിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അതുതന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ കേരള കോൺഗ്രസിൻ്റെയും പരാജയത്തിൻ്റെ കാരണമെന്ന് ഞങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളും വിശ്വസിക്കുക. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും രാഷ്ട്രീയം അന്യമല്ല. ഞാനും ബിനുവൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നതാണ്. ഇവിടുത്തെ ഞങ്ങളെക്കാളും തുലവും അനുഭവപരിചയം കുറവുള്ളവരാണ് ഈ പറയുന്ന നിങ്ങൾ പരാമർശിച്ച രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ഉന്നത നേതാവായിരിക്കുന്ന ആൾ. അനുഭവപരിചയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെക്കാളും ഒക്കെ വളരെ പുറകിലാണ്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ബിനു സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് രാഷ്ട്രീയ പിൻബലത്തോടെയല്ല ഞങ്ങൾ മത്സരിച്ചത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ 3 പേരും, ഇപ്പോൾ ഞാൻ മത്സരിച്ച വാർഡാണെങ്കിലും ബിനു മത്സരിച്ച വാർഡാണെങ്കിലും മോള് മത്സരിച്ച വാർഡാണെങ്കിലും ഞങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല അവരോട് നന്ദി പറയാനായി പോകുന്നത്. ഞങ്ങൾ 3 പേരും കൂടെ ഞങ്ങളുടെ 3 വാർഡുകളിൽ ഒന്നിച്ച് കയറി ഇപ്പോഴത്തെ ആ സാഹചര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുക, അവരുടെ അഭിപ്രായം തേടുക. ആ അഭിപ്രായത്തിനനുസരിച്ച് മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ.
അതുകൊണ്ട് ഞങ്ങൾ എടുത്തിയാടി ഒരു തീരുമാനവും എടുക്കുന്നില്ല. ഒരു വാർഡ് സഭ, ജനസഭ പോലെ വിളിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, വളരെ മികച്ചൊരു തീരുമാനം കൂടിയാണത്. കാരണം അല്ലേ, നമ്മളെ ജയിപ്പിച്ച ആളുകളെ വിളിച്ചു നിർത്തി അവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ച് മുന്നോട്ട് പോകുന്ന വെച്ചാൽ അത് ഏറ്റവും നല്ല ജനാധിപത്യപരമായ തീരുമാനം തന്നെയാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഇപ്പം ഒരു കുടുംബത്തിൽ 3 പേരിലേക്ക് എത്തുന്നുണ്ടല്ലോ, അപ്പം ആ ഒരു ചർച്ചകൾ എങ്ങനെയാണ്? എന്നാൽ 3 പേർക്ക് ഒരു കൈ നോക്കാം, അങ്ങനെ തീരുമാനിച്ചൊരു മൊമെന്റ് ഏതായിരുന്നു? അത് പറഞ്ഞാൽ ഞാനാണ് പറയേണ്ടത്? ആര് വേണമെങ്കിലും പറയാം, 3 പേർക്കും പറയാം. പറഞ്ഞോട്ടെ? ഓ അല്ല, ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചു, ഞാൻ 20 വർഷമായി തുടർച്ചയായി നഗരസഭാ കൗൺസിലറാണ്. ഞാൻ ഈ 3 വാർഡിലും പല ഘട്ടങ്ങളിലായി 2005 മത്സരിച്ച വാർഡിലാണ് ഞാൻ ഈ പ്രാവശ്യം മത്സരിച്ചത്. 2010 2020 മത്സരിച്ച വാർഡിലാണ് മോള് മത്സരിച്ചത്. 2015 ഞാൻ ജയിച്ച വാർഡിലാണ് എൻ്റെ ചേട്ടൻ മത്സരിച്ചത്. അപ്പോൾ ഈ 3 വാർഡും എനിക്ക് വളരെ സുപരിചിതമായ വാർഡാണ്. മാത്രമല്ല, എൻ്റെ മോള് മത്സരിച്ച 15-ാം വാർഡെന്ന് പറയുന്ന വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടിൻ്റെ 91% വോട്ടും നേടി വലിയ ഭൂരിപക്ഷത്തോടെ എനിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നു. ഞാൻ തുടങ്ങി വെച്ച വികസന പദ്ധതികൾ, അത് കുടിവെള്ള പദ്ധതി ആയിക്കോട്ടെ, അംഗൻവാടി കെട്ടിടമായിക്കോട്ടെ, അങ്ങനെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ സാധിച്ചു. എന്നാൽ പൂർത്തീകരിക്കേണ്ട വികസന പദ്ധതികൾ അനിവാര്യമായ പല ഇതും ഞങ്ങൾക്ക് ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. മാത്രമല്ല, 2010 തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ഞാൻ നേതൃത്വം കൊടുത്ത് മത്സരിക്കുകയും ഞങ്ങൾ 3 പേരും ഇതേ വാർഡുകളിൽ ജയിക്കുകയും ഉണ്ടായി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ഇല്ലായിരുന്നു, മറ്റ് 2 പേരെ ചേർത്ത് നിർത്തി ജയിപ്പിക്കാൻ സാധിച്ചിരുന്നു. അന്ന് ഒരുപക്ഷെ വലിയ വികസന പ്രവർത്തനങ്ങൾ 3 പേരും ഒന്നിച്ച് നിന്നതിൻ്റെ ഫലമായി വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഇതുപോലെ ഒരു കൂട്ടായ്മ ഫോം ചെയ്യാനും അത് മത്സരിക്കാനും ഞങ്ങൾ തീരുമാനമെടുത്തു. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ ചില തിക്താനുഭവങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അവസരം കൊടുത്ത ആളുകൾ വ്യക്തിപരമായി പറയുന്നതല്ല കേട്ടോ, ആളുകൾ ഒരു നിർണായക സമയത്ത് നമ്മൾ മുന്നോട്ട് വെച്ച ആശയത്തെ, വ്യക്തിപരമായിട്ടല്ല, മുന്നോട്ട് വെച്ച ആശയത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റ് നിലപാടുകൾ എടുക്കുന്ന സങ്കടകരമായ അവസ്ഥയൊക്കെ നമുക്കുണ്ടായി. ആ ഒരു സാഹചര്യത്തിൽ സമാന മനസ്കരായ ആളുകളെ മുന്നിൽ നിർത്തി മുമ്പോട്ട് പോകണം എന്നൊരു ചിന്തയുണ്ടായി. അപ്പോൾ വാർഡിലെ ജനങ്ങൾ, എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു, ഇവിടുന്ന് മോളെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരാളെ നിർത്തണം. എന്നുവെച്ചാൽ ആ വാർഡിലെ ജനങ്ങൾ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതുപോലെ അടുത്ത ബന്ധമാണ് ഈ 3 വാർഡിലെ ആളുകൾ. അപ്പോൾ അവരുടെ കൂടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് ഞങ്ങൾ ഈ സ്ഥാനത്ത്, അല്ലാതെ ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ നിന്ന് എടുത്ത മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുന്ന പോലെ ഒരു വീട്ടിൽ ഇരുന്ന് തീരുമാനിച്ചതല്ല. അതുതന്നെയാണ് നമുക്ക് അവരോടുള്ള കടപ്പാടും നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിക്കുമെന്ന് പറയാനുള്ള സാഹചര്യം. ഓ ശരി ശരി. ദിയാനിപ്പോൾ ഒന്നും മിണ്ടാത്ത. ദിയ ഇപ്പം എങ്ങനെയാണ് ഈ പൊളിറ്റിക്സിൽ എന്നാൽ ഒരു കൈ നോക്കിയേക്കാം. ഇപ്പം അച്ഛനും അങ്കിളും ഒക്കെ തന്നൊരു കോൺഫിഡൻസ് ആയിരുന്നോ? ആരാണ് ആദ്യം പറഞ്ഞത് ഇലക്ഷൻ ഇറങ്ങാന്ന്? എനിക്കാണെങ്കിൽ അച്ഛനാണ് ആദ്യമായിട്ട് എനിക്കൊരു അവസരം മുന്നോട്ട് വയ്ക്കുന്നത്. ചേച്ചി പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒരിക്കലും ഒരു പുതിയ കാര്യമല്ല. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ തൊട്ട് അച്ഛൻ കൗൺസിലറായതാണ്. അപ്പം 20 വർഷമായിട്ട് ഇപ്പം അച്ഛൻ കൗൺസിലറാണ്. എനിക്കാകെ 21 വയസ്സേ ഉള്ളൂ. അപ്പം കുഞ്ഞിലെ തൊട്ടിപ്പോൾ ഓരോ വാർഡ് മീറ്റിങ്സിനാണേലും ഇപ്പം ഞാനാണെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് പൂവ് കൊടുക്കുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരെ കാര്യങ്ങൾ പറയാൻ വരുമ്പോഴും ഇതിനകത്തെല്ലാം, അല്ലെങ്കിൽ ഫോൺ കോൾ വിളിക്കുമ്പോഴെല്ലാം അടുത്ത് ഞാനുണ്ടാവും. അപ്പം എനിക്കൊരിക്കലും രാഷ്ട്രീയം പുതിയ ഒരു കാര്യമല്ല. ആൾക്കാരുടെ കാര്യങ്ങൾ കേൾക്കുന്നത് സംസാരിക്കുന്നത് പുതിയ ഒരു കാര്യമല്ല. പക്ഷെ ആദ്യമായിട്ടാണ് അവരുടെ തുടർന്ന് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്കൊരു നേരിട്ട് അവസരം ലഭിക്കുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനതിനെപ്പറ്റി വിലയിരുത്തിയപ്പോൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ ഇവരുടെ 2 പേരുടെയും പിന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ എല്ലാവരുടെയും ഗൈഡൻസും ബ്ലെസ്സിങ്സും എല്ലാം ഉണ്ട്. ഇവർ പകർന്നു തന്ന മോറൽസും വാല്യൂസും എല്ലാം മുതൽക്കൂട്ടാക്കി വെച്ച് ഇതിനകത്തോട്ട് ഒരു കൈ നോക്കാമെന്ന് തോന്നി. പിന്നെ ജനങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം ഞാനിപ്പോൾ കൗൺസിലറായി ജയിച്ചു. ഓക്കെ. ദിയ ഇപ്പോൾ പഠിക്കണം, എനിക്ക് MBA പഠിക്കുവാണോ? ഈ ഫലം വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ? ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞു. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ചെന്നൈയിൽ നിന്ന് ഞാനിപ്പോൾ എക്കണോമിക്സ് ഡിഗ്രിയാണ് കഴിഞ്ഞത്. ഞാനിപ്പോൾ MBA പ്രിപ്പറേഷൻസിലായിരുന്നു.
അപ്പം ഞാൻ ഇനിയും തുടർന്ന് പഠിക്കും. എനിക്ക് MBA എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഓൺലൈനോ ഡിസ്റ്റൻറ്റ് PG എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഈ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക, ഇപ്പം ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് നിന്നപ്പോഴും പിന്നീട് ഫലം വന്ന് വിജയിച്ചപ്പോഴും പ്രത്യേകിച്ച് ഒരു കൗതുകമുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. വീട്ടിൽ അച്ഛൻ ജയിക്കുന്നു, അങ്കിള് ജയിക്കുന്നു, ദിയ ആദ്യമായിട്ട് മത്സരിച്ച് ആദ്യമായിട്ട് ജയിക്കുന്നു. അപ്പോൾ ഇതൊരു എല്ലാവർക്കും കൗതുകമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞേ? ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് വരുന്നതാണ്. എല്ലാവരും ഇങ്ങനെ അയച്ചു തന്നിട്ട് ഇതെല്ലാം ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ വളരെ സന്തോഷമായിട്ടുള്ളൊരു അതെ 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 ഫേമസ് ആയി ഇപ്പം ഇനി ചെലവ് വേണം, അങ്ങനെയൊക്കെ ആയി. ഒരു ഗംഭീര ട്രീറ്റ് തന്നെ കൊടുക്കണം ഈ ഫ്രണ്ട്സിനൊക്കെ അല്ലേ? അതെ അതെ, ഇനി ഈ ഒരു തിരക്കൊന്ന് കുറഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കാണണം. തീർച്ചയായിട്ടും കൊടുക്കണം. ദിയയോടും ശ്രീ ബിജുവിനോടും ഇപ്പം ശ്രീ ബിനുവിന് അറിയാൻ നേരത്തെ തന്നെ ഈ കൗൺസിലറായി തുടരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റു രണ്ടുപേരിലേക്കും ചോദിക്കുകയാണ്. ഇപ്പം ആദ്യമായിട്ട് വരികയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് നിലവിൽ ആഗ്രഹിക്കുന്നത്? ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ബിനുവിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ് ഞങ്ങളുടെ മുതൽക്കൂട്ട്. ബിനു 20 വർഷമായിട്ട് പാലാ നഗരസഭാംഗമാണ്. ഇത് 5ാമത്തെ തവണ മത്സരിക്കുന്നു. ബിനു ചെയ്ത കാര്യങ്ങൾ അതിപ്പോൾ എൻ്റെ സഹോദരനായതുകൊണ്ട് പറയുകയല്ല, ഇവിടുത്തെ ജനങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും അത് ഏകകണ്ഠമായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ബിനുവിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആ ഇലക്ഷൻ അവസാനിക്കുന്ന 6 മണിക്ക് 7 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് തീരുന്ന ഇലക്ഷൻ. ആ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എതിരാളികൾ, രാഷ്ട്രീയ എതിരാളികൾ അതെല്ലാവരും ബിനുവിനോടൊപ്പമാണ്. അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ബിനു അവരോട് സമീപിക്കുന്നത്, അവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നത്. തീർച്ചയായിട്ടും ബിനുവിൻ്റെ മോള് ദിയായുടെ കാര്യം എടുത്താൽ പോലും മോൾക്കും അത് വ്യക്തമായിട്ടറിയാം. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ല. അത് രാഷ്ട്രീയ എതിരാളികളാണല്ലോ അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ അപ്പോഴേ അവരുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവുക. അപ്പോൾ അതുതന്നെയാണ് ഞങ്ങൾക്കും മാതൃകയായിട്ടുള്ളത്. ആ ബിനുവിൻ്റെ എക്സ്പീരിയൻസ് ആദ്യമായി ജയിച്ച എനിക്കും ദിയ മോൾക്കും ഉറപ്പായിട്ടും അതൊരു മുതൽക്കൂട്ടാവും. ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് അത് ഒരു കാര്യം കൂടെ ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം, ഞങ്ങളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഈ 3 വാർഡിൽ ഒതുങ്ങുന്നതല്ല. നമ്മളുടെ ബന്ധങ്ങളും നിങ്ങൾക്കറിയാം, പുരുഷ വാർഡും സ്ത്രീ വാർഡും മാറി മാറി വരുമ്പോഴും അടുത്തുള്ള വാർഡുകളിൽ ബിനുവിനും തുടർച്ചയായിട്ട് ഇങ്ങനെ ജയിക്കാൻ പറ്റുന്നത് ബിനുവിൻ്റെ പ്രവർത്തന മികവ് തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ മാതൃകയായിക്കൊണ്ട് ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് പാലാ നഗരസഭയുടെ തീർച്ചയായിട്ടും ഈ 3 വാർഡിൽ ഒതുങ്ങുന്ന രീതിയിലല്ല, അത് ഇപ്പോൾ ഏതെങ്കിലും സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നഗരസഭയുടെ ആകമാനമുള്ള ഒരു വികസനത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആകാൻ സാധിക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒപ്പം ഉണ്ടാകും. ദിയ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പഠിത്തം കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ദിയയുടെ ആഗ്രഹം. അങ്ങനെ കൊണ്ടുപോകാൻ തന്നെ സാധിക്കട്ടെ. പക്ഷേ എങ്കിലും ഞാൻ പറയുവാണ്, ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനം വെച്ചാൽ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ദിയമോളിപ്പം കുഞ്ഞിലേ തൊട്ട് ജനിച്ചപ്പം തൊട്ട് കണ്ടുവരാണ് അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും കാര്യങ്ങളും ഒക്കെ. ഇപ്പോൾ ഒരു ഫുൾ ടൈം പ്രവർത്തനമാണ്, അല്ലെ? ഊണും ഉറക്കവും ഇല്ലാതെ ഒരു 24 മണിക്കൂറോ 12 മണിക്കൂറോ ഇല്ലാതെ മുഴുവൻ ജനസേവനമാണ്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ദിയയും അങ്ങോട്ടേക്ക് മാറാൻ പോവുക. അപ്പോൾ ഈ പഠനവും രാഷ്ട്രീയവും ഇനി കൂടുതൽ ഒരുപക്ഷെ ഭാവിയിലല്ല അധികം വൈകാതെ തന്നെ ഒരു വലിയൊരു ഉത്തരവാദിത്വത്തിലേക്ക് കൂടി എത്തുമെന്നാണ് ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് കൂടിയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ ദിയയ്ക്ക്? ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊരു പിന്നീടുള്ളൊരു ചർച്ചയാണ്. പക്ഷേ ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഇതൊരു 9 to 5 ജോബ് അല്ല, ഇതൊരു 24 hour ജോബ്, അതും 24/7 ജോബാണ്. പക്ഷേ അതൊരു എനിക്കിപ്പോൾ ഒരു മാറ്റമായിരിക്കും. പെട്ടെന്ന് എനിക്കിതൊരു യൂസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു പ്രവർത്തന പരിചയക്കുറവ് ഉണ്ടെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ അത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി ഇവർ തരുന്ന പ്രചോദനവും ഇവരുടെ ഗൈഡൻസ് ഇവരെപ്പോഴും കൂടെ തന്നെയുണ്ട്. അപ്പോൾ എനിക്ക് ഇത് രണ്ടും ഇപ്പം പഠിത്തമാണെങ്കിലും ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നതൊരു വലിയ ചാലഞ്ച് തന്നെയായിരിക്കും. പക്ഷേ ചാലഞ്ചുകൾ സ്വീകരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ അത് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവരുടെ സപ്പോർട്ടുണ്ടല്ലോ, എനിക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കും. ഒത്തിരി കസിൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ കസിൻസും വീട്ടിൽ അമ്മയൊക്കെ എന്താ പറയണേ? എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു. യൂഷ്വലി ഒരാൾ നിൽക്കുന്ന ടെൻഷനാണെങ്കിലും അതും ഏറ്റവും അടുത്ത ബന്ധുക്കൾ നിൽക്കുന്ന ഒരു മത്സരമാണ്. അപ്പൊ അതുകൊണ്ട് വീട്ടുകാരുടെ ടെൻഷൻ നിങ്ങളെക്കാളും ഒരു പടി മുകളിലായിരുന്നിട്ടുണ്ടാവും. എൻ്റേത് ഒരു ലാസ്റ്റ് മിനിറ്റ്
ഡിസ്കഷനിൽ വന്നതായിരുന്നല്ലോ. അപ്പോൾ ഏറ്റവും ആദ്യം വെല്ലിച്ചൻ നിന്നപ്പോൾ എനിക്ക് ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ കാര്യം അങ്ങനെ, പിന്നെ നോക്കുമ്പോൾ എൻ്റെ കാര്യം അങ്ങനെ. എല്ലാവർക്കും ആ റിസൾട്ട് വരുന്ന ഒരു 10 മണി വരെ എല്ലാവർക്കും വളരെ ടെൻഷനായിരുന്നു. പക്ഷേ ആ ടെൻഷൻ്റെ അത്രയും തന്നെ ഇപ്പോൾ സന്തോഷവും ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ഓക്കെ, ശ്രീ ബിനു, ഇപ്പം അങ്ങ് നിരവധി ഇപ്പം 10-20 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഈ സഭയിലെ മുഴുവൻ കാര്യങ്ങളും, ആ സ്ഥലത്തെ മുഴുവൻ കാര്യങ്ങളും അറിയാം. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആ നാട്ടിലെ പകുതിയിലധികം മനുഷ്യരെയും നേരിട്ട് അറിയാവുന്നതും നേരിട്ട് അവർക്ക് അങ്ങയുമായിട്ട് ഈ സംസാരിക്കാനും ബന്ധപ്പെടാനും ഒക്കെ കഴിയുന്ന ആൾക്കാരും ഒക്കെയും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പിന്നെ മാത്രമല്ല, ഇപ്പം ഒന്ന് ഈ എയർപോർട്ടിൻ്റെ സംഭവമൊക്കെ വന്ന് അത് വലിയ വിവാദമൊക്കെ ആയ സമയത്ത് അതിനൊക്കെ എങ്ങനെയാണ് അങ്ങ് മറികടന്നത്? എല്ലാം സത്യം ജയിക്കും എന്ന ഉറച്ച വിശ്വാസം ഞാൻ അന്നും പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി വലിയ ഗൂഢാലോചന, അതിൽ ഞാൻ ഒട്ടും ബോധേഡല്ലായിരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾ എല്ലാവരുമായിട്ടും ഞാനന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒട്ടും ബോധേഡല്ലായിരുന്നു. ഞാൻ എന്തിനു പേടിക്കണം? എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നെങ്കിൽ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് രാഷ്ട്രീയപരമായ തിരിച്ചടി അത് മാത്രമായിരുന്നില്ല. അതിനു മുമ്പ് എനിക്ക് അർഹതപ്പെട്ട ചെയർമാൻഷിപ്പ് എന്നിൽ നിന്ന് ബോധപൂർവം നഷ്ടപ്പെടുത്തിയപ്പോഴും അതിനുശേഷം എന്നിൽ ഉള്ള ഒരു പ്രതികരണമാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ആ പ്രതികരണത്തിൽ ഞാൻ വീണ്ടും ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു. അതിനോടനുബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവിനെ വിമർശിച്ചാൽ എന്തെല്ലാം ഭവിഷ്യത്തുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെല്ലാം ഭവിഷ്യത്ത് ഉണ്ടാക്കാം എന്നുകൂടി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ബോധ്യപ്പെടുത്തി തന്നു. പക്ഷെ അതുകൊണ്ടൊക്കെ തളർത്താം, അല്ലെങ്കിൽ രാഷ്ട്രീയ ഉന്മൂലനം ചെയ്യാം എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കുറവായിരിക്കും. ഇവിടെ എൻ്റെ സഹോദരൻ സൂചിപ്പിച്ചു മാണിസാറുമായിട്ടുള്ള വ്യത്യാസം. മാണിസാർ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികൾ മാണിസാർ എന്ന മഹാവേരുവിൻ്റെ പ്രവർത്തന ശൈലി ഏതെങ്കിലും ഘട്ടത്തിൽ അനുകരിക്കുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ എതിർത്ത് വന്നിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവരായിക്കോട്ടെ, അല്ലെങ്കിൽ BJPക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷേ മാണിസാറിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ നിരവധിയായ കാര്യങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും പല ഘട്ടങ്ങളിലായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാണിസാറ് ചേർത്ത് പിടിച്ച കാര്യങ്ങൾ, രാഷ്ട്രീയ എതിരാളികൾ. ഞാൻ 4ാം ക്ലാസ് സ്കൂൾ ലീഡറായി പാലാ സെൻറ് തോമസ് കോളേജ് ക്യാമ്പസിൽ മത്സരരംഗത്തുള്ളപ്പോൾ അന്ന് ഇന്നത്തെ പോലെ SFIയോ ABVP ഒന്നുമില്ല. KSUവും KSCയും തമ്മിലാണ് മത്സരം. നിരവധിയായ സംഘർഷങ്ങൾ, സംഘടനകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം സാഹചര്യമുണ്ടായിരുന്നു. എങ്കിലും ഒരു പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ മാണിസാറ് ഞങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്നത്, ഞങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ, രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെ സമീപിക്കണം, രാഷ്ട്രീയ എതിരാളികളോട് എങ്ങനെ പെരുമാറണം, രാഷ്ട്രീയപരമായി അവസരങ്ങൾ അദ്ദേഹം പലർക്കും അവസരം നിഷേധിച്ചിട്ടുണ്ടാകും. അതൊക്കെ രാഷ്ട്രീയം. എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകൂ എന്നുള്ള ഒരു തത്വം തന്നെ ഉണ്ടല്ലോ. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി മാണിസാറിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്കും പാലായിലെ പൊതുസമൂഹത്തിന് ഗുണകരമായിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രം അതിൻ്റെ ഒരു ഗുണം കിട്ടാതെ പോയി. അത് ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ മകനായിപ്പോയി. അദ്ദേഹം എന്താ പറയുന്നത്, ശത്രുതാ മനോഭാവത്തോടു കൂടി. ഞാൻ അന്നും പറഞ്ഞു, ഡ്യുവൽ പേഴ്സണാലിറ്റി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണെങ്കിലും കാവ്യനീതി പോലെ, അങ്ങയുടെ തന്നെ വാക്ക് ഞാൻ കണ്ടെടുക്കാണ്, കാലത്തിന്റെ കാവ്യനീതി പോലെ എല്ലാം കലങ്ങി തെളിഞ്ഞ അവസാനം കാലത്തിന്റെ കാവ്യനീതി. അതെ, ആ കുടുംബത്തിലേക്ക് തന്നെ കാര്യങ്ങളൊക്കെയും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് 3 പേർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. അപ്പോൾ നന്നായി തന്നെ കാര്യങ്ങളൊക്കെ വന്ന് ഭവിക്കട്ടെ. നല്ല രീതിയിൽ തന്നെ ഭരണം ഇനി അടുത്ത 5 വർഷവും തുടരാൻ സാധിക്കട്ടെ. ദിയയ്ക്ക് പ്രത്യേകിച്ച് പഠനവും ഈ പുതിയ ഉത്തരവാദിത്തം എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.